ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 8 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതിലേക്ക് 3/4 കപ്പ് തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ചോറ് എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് തേങ്ങാവെള്ളം, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഒരു ഈസ്റ്റിൻ്റെ കുപ്പിയുടെ ആ അടപ്പിന് മാത്രം ഒരടപ്പ് ഈസ്റ്റ് ചേർക്കാം. വളരെ കുറച്ച് ഈസ്റ്റ് ചേർത്താൽ മതി. അല്ലാതെ തന്നെ നമ്മൾ ഈ കുതിർക്കാൻ വെച്ച അരിയുടെ വെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരും. അതുകൊണ്ട് അരി കുതിർക്കാൻ ഇടുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുതിർക്കാൻ ഇടുക. കാരണം ആ അരിയുടെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ചോറും തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് തേങ്ങാവെള്ളം, പഞ്ചസാര, ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ അരി കുതിർക്കാനിട്ട വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കാം. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് എല്ലാ അരിയും നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാവുന്നതാണ്. ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ അരച്ചെടുത്തു. ഇനി അതേപോലെ തന്നെ മറ്റുള്ള അരിയൊക്കെ അരച്ചെടുക്കുക. വേറെ പച്ചവെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ട, ആ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോഴാണ് നന്നായിട്ട് പൊന്തി വരിക. ഇപ്പോൾ എല്ലാ അരിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അധികം വെള്ളം കൂടാൻ പാടില്ല. ഒരു കുറിയ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രം ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നേരം വെളുത്ത് ഒരു 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം നേരം വെളുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. 8 മണിക്ക് അരച്ച് വെച്ചതാണ് രാത്രിക്ക്. നേരം വെളുത്ത് ഒരു 7-8 മണിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പാകത്തിന് നന്നായിട്ട് പൊന്തി വരും. അടുപ്പത്തേക്ക് ഒരു അപ്പച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാ ഇപ്പോൾ നന്നായിട്ട് കുമിളകളൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഇതിൽ ആ അരി കുതിർത്ത വെള്ളം ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.